അനൗചിത്യങ്ങളുടെ പെരുമഴയിൽ ഒടുവിൽ UDFന് എല്ലാ അർത്ഥത്തിലും അഡ്വാൻറ്റേജായി. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ എവിടെയാണ് മാനേജ് ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട്, അതിൻ്റെ പേരിൽ ഇപ്പോൾ അത് എഴുതിയ ആളിനും പാടിയ ആളിനും മറ്റു ചിലരുടെയും പേരിൽ കേസെടുത്തിരിക്കുന്നു. ഇക്കണക്കിന് ഇനി ആരെങ്കിലും പരാതി കൊടുത്താൽ കുഞ്ചൻ നമ്പ്യാരുടെ പേരിൽ കേസെടുക്കുമോ എന്നതാണ് എൻ്റെ സംശയം. സംശയം വേറൊന്നും കൊണ്ടല്ല, ഇത്തരം കാര്യങ്ങളെ പുരോഗമനപരമെന്നും അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഒരു നാട്ടിൽ ഈ കേസെടുപ്പ് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. ഇതുകൊണ്ട് ആരെയാണ് പാഠം പഠിപ്പിക്കാൻ പോകുന്നതെന്നും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കാണ് കിട്ടുന്നതെന്നും സത്യത്തിൽ മനസ്സിലാക്കുന്നതേയില്ല. അല്ലെങ്കിൽ തന്നെ ഉള്ളതുമില്ലാത്തതുമായ ഒരു കൂട്ടം കാര്യങ്ങൾ ആരോപിക്കപ്പെട്ട് ഒരു സർക്കാരിന് മേൽ അങ്ങനെ നിൽക്കുമ്പോൾ ഇതൊക്കെ ആര് ചിന്തിക്കുന്നു, ആരുടെ ബുദ്ധിയാണെന്നത് വളരെ സംശയാസ്പദമായ കാര്യമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നത് 2ാം UPA സർക്കാരിനെയാണ്. കാരണം ആ സർക്കാരിൻ്റെ ഒരു കാലത്തൊരു ചെയ്ത്തുണ്ടായിരുന്നു. എന്താണ് ഈ നടക്കുന്നതെന്ന് എല്ലാവരും തലയിൽ കൈവച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയവുമില്ല, ഒരു ചിന്തയുമില്ലാത്ത ഒരു തരം പ്രവർത്തനം. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. ഞാൻ എന്തുകൊണ്ടാണ് UDFന് അഡ്വാൻറ്റേജ് വന്നത് എന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ ചെയ്തത്. ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് സത്യത്തിൽ ആരൊക്കെയോ ഇവിടേക്കോ പാടി എന്നുള്ളതല്ലാതെ ഞാനൊട്ടും കേട്ടതേയില്ല. ഇന്ന് ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവരും കേട്ടില്ല. ഇത് വിവാദമായതോടുകൂടിയാണ് എല്ലാവരും ഈ പാട്ട് അറിയാൻ തുടങ്ങിയത്. സമാനമായ ഒത്തിരി പാട്ടുകൾ നമ്മുടെ മലയാള ചരിത്രത്തിലും മലയാള ഗാനശാഖയിലും ഒക്കെയുണ്ട്. നമ്മുടെ കമാൽ പാഷ സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ കേസെടുത്താൽ ഏറ്റവും കൂടുതൽ കേസെടുക്കേണ്ടത് VD രായപ്പനെതിരെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കും അപ്പുറമുള്ളൊരു ചരിത്രം കുഞ്ചൻ നമ്പ്യാരുണ്ട് എന്നുള്ളതാണ്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ ക്ഷേത്രങ്ങളിലൂടെയും മറ്റും അവതരിപ്പിച്ചത് അന്നത്തെ കാലത്തെ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. അത്തരം ചോദ്യം ചെയ്യലുകൾ ഒക്കെ രൂപപ്പെട്ട ഒരു സമൂഹത്തിലാണ് പുരോഗമന ആശയമെന്നുള്ള നിലയിൽ കമ്മ്യൂണിസം വളരെ പെട്ടെന്ന് വേരുപിടിച്ചത്. പല വ്യവസ്ഥിതികളെയും ചോദ്യം ചെയ്തു. VKN പോലെയുള്ള എഴുത്തുകാർ ചോദ്യം ചെയ്തു. തൂപ്പിൽ ഭാസിയെപ്പോലെയുള്ള എഴുത്തുകാരും നാടകരചയിതാക്കളും ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ സിനിമകളിലൂടെ, നിർമാല്യം പോലെയുള്ള സിനിമകളിലൂടെ പലതും ചോദ്യം ചെയ്തു. KPACയിലൂടെ എത്ര വ്യവസ്ഥിതികളെയും ആരെയൊക്കെയാണ് ഏതെല്ലാം തരത്തിൽ പരിഹസിച്ചത്. മറ്റൊരു കലാരൂപമായ കഥാപ്രസംഗത്തിലൂടെ സാക്ഷാൽ സാംബശിവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ഷേത്ര മൈതാനങ്ങളിൽ പോലും അന്നത്തെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ സമാനമായ ആളുകളെയും ഒക്കെ കണക്കറ്റ് വിമർശിച്ച് പാമോയിലിൻ്റെയും റേഷൻ കടയുടെയും കഥയും കരുണാകരൻ്റെ വാഹനത്തിൻ്റെ വേഗതയും ഒക്കെ പറഞ്ഞ് ഒരുപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ആ കിളച്ചുമറിച്ച മണ്ണിലാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന ആശയം വളരെ വേഗത്തിൽ ക്ലച്ച് പിടിച്ചത്. ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു എന്ന ചോദ്യം അന്വേഷിച്ചു പോയ ജവഹർലാൽ നെഹ്റുവിൻ്റെ മുന്നിലെത്തിയത് KPAC നാടക സമിതിയെ കൊണ്ടാണ്. KPAC നാടക സമിതിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. അദ്ദേഹം അവരെ നേരെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ഒരു ട്രാൻസ്ലേറ്ററെ ഇരുത്തി നാടകം കണ്ട് എങ്ങനെയാണ് അതിൻ്റെ ആശയങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വഴിയൊരുക്കിയത് എന്ന് പഠിച്ച ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇത്തരം ചിന്തകൾ ഈ പൂവിട്ട മണ്ണിൽ, അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ വേരോടിയ ഈ മണ്ണിലാണ് ഇപ്പോൾ പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞിരിക്കുന്ന പാട്ടിന് കേസെടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ EV കൃഷ്ണപിള്ളയെ പോലെ ഒക്കെയുള്ള ആളുകൾ, VKN പോലെയുള്ളവർ, അങ്ങനെ അടക്കമുള്ള ധാരാളം ആളുകൾ ഈ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതികളെയൊക്കെ അവരവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രയോഗത്തിലൂടെ ചോദ്യം ചെയ്തിരുന്നവരാണ്. പിന്നെ കൂടാതെ ഈ പാർലമെൻറ്റിന് മുന്നിൽ MPമാരെല്ലാവരും കൂടി നിരന്നു നിന്ന് ഈ പാട്ട് പാടിയത് വലിയ ഔചിത്യമില്ലായ്മയുടെ ലക്ഷണമാണെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ മനുഷ്യരും പലയിടങ്ങളിലും ചർച്ച നടത്തുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം പാർലമെൻറ്റ് അതിനുള്ള വേദിയല്ലെന്നും അവിടെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുണ്ടെന്നും അവിടെ പാരടിപ്പാട്ട് വളരെ മുതിർന്ന MPമാർ പോലും പാടിയതൊട്ടും ശരിയായില്ലെന്നും മിണ്ടാതെ നിന്ന സമതാനിയെക്കുറിച്ചും അല്ലെങ്കിൽ ചുണ്ടനക്കാതെ നിന്നവരെക്കുറിച്ചുമൊക്കെയുള്ള ഒരുപാട് കഥകൾ കേട്ട് ആ അനൗചിത്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്
അതിനേക്കാൾ വലിയ അഡ്വാൻറ്റേജിയസ് ആയിട്ടുള്ള ഈ കേസെടുപ്പ് ഇതെവിടം വരെ പോകുമെന്ന് എല്ലാവർക്കും അറിയാം. വെറുതെ സ്വയം ആക്ഷേപിക്കപ്പെടുന്ന രീതിയിൽ, എല്ലാ കാലത്തേക്കും അടയാളപ്പെടുത്തപ്പെടുന്ന രീതിയിൽ ഇനി നാളുകളിൽ പലതും ഇറങ്ങുമ്പോൾ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശവാദം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയാണിതൊക്കെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതെന്നും എവിടെയാണിതൊക്കെ തയ്യാറാക്കപ്പെടുന്നതെന്നും വല്ലാത്ത അത്ഭുതം തോന്നുന്നു. കഷ്ടം, അല്ലാതെ എന്തു പറയാൻ.